ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിപ്പറേഷന് തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ടോപ്പിക്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ഉദ്ദേശിച്ച പോർഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കറണ്ട് അഫയേഴ്സ് 2024 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ മാത്സിൻ്റെ നമ്പേഴ്സിൻ്റെ ബേസിക് ഓപ്പറേഷൻസ്, പിന്നെ ഇംഗ്ലീഷിലെ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച്, പിന്നെ വരുന്നത് മലയാളത്തിലെ പദശുദ്ധിയും, പിന്നെ GK പോർഷൻസിൽ ഹിസ്റ്ററി, നമ്മുടെ കേരളത്തിൻ്റെ ഹിസ്റ്ററിയാണ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. അതിൽ കേരളത്തിൻ്റെ ഹിസ്റ്ററി ഫുൾ കംപ്ലീറ്റ് അല്ല, അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ, അതിൽ തന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അരിച്ചു പെറുക്കിയിട്ട് ഹിസ്റ്ററിയൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കാത്ത കാര്യമാണ്. നമുക്ക് ഒരു മാസമല്ലേ ഉള്ളൂ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം കവർ ചെയ്തുകൊണ്ടിട്ടുള്ള അങ്ങനെയുള്ളൊരു പഠിത്തം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തത് പദശുദ്ധിയാണ് മലയാളത്തിൽ. അതിൽ മാക്സിമം ഞാൻ എഴുതി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഞാൻ നോക്കിയത്. അപ്പോൾ ഞാനൊരു പഴയ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ എഴുതിയാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് എഴുതി നോക്കാണ്ട് ജസ്റ്റ് വായിച്ച് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതി തന്നെ പഠിക്കുന്നതായിരിക്കും പദശുദ്ധി ഏറ്റവും നല്ലത്. ഈ നോട്ട് ഞാൻ ഓൾറെഡി മുന്നേ പഠിച്ചപ്പോൾ എഴുതി വെച്ച നോട്ടായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാനിങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ എനിക്ക് അറിയാത്ത വേർഡ്സൊക്കെ ആണെങ്കിൽ നന്നായിട്ട് എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യാൻ സാധിച്ചു. പിന്നെ മാത്സിൻ്റെ നമ്പേഴ്സിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അത് ഞാൻ പിന്നെ ജെറിൻ സാറിൻ്റെ ട്രിക്ഡ് എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ, ആ ചാനലിൽ നോക്കിയിട്ടാണ്. അതിൽ കുറേ വീഡിയോസ് ഉണ്ട്, 8-9 വീഡിയോസ് എങ്ങാനും ഉണ്ട്. അപ്പോൾ അത് ഞാൻ മാക്സിമം സ്പീഡിലിട്ടിട്ടൊക്കെയാണ് അതിൽ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്തത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഞാൻ പ്രോബ്ലംസ് എല്ലാം അതിൻ്റെ ഇക്വേഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിക്കാണ് മാത്സ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഇംഗ്ലീഷിൻ്റെ ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് എന്ന് പറയുന്ന പോർഷനാണ് കംപ്ലീറ്റ് ആക്കിയത്. അത് ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ രാവിലെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കറണ്ട് അഫയേഴ്സാണ് കേട്ടോ. ജനുവരിയിലെ കറണ്ട് അഫയേഴ്സാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് അത്യാവശ്യം ഇതുപോലെ തന്നെ യൂട്യൂബിലെ ഒരു വീഡിയോ നോക്കിയിട്ടാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ എഴുതിയെടുത്തിട്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ടോപ്പിക്ക് കവർ ചെയ്തതിന് ശേഷം ഞാൻ കറണ്ട് അഫയേഴ്സ് രാവിലെ പഠിച്ചതായതുകൊണ്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നതാണ് കേട്ടോ ബുക്ക്. അപ്പോൾ ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. രാത്രിയാണ് സമയം. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കറണ്ട് പോയി കേട്ടോ. അതാണ് കേട്ടോ ബ്ലാക്ക് കളറായിട്ട് ഇപ്പം കാണുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ കറണ്ട് വന്നപ്പോൾ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തു. ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ടൈം 10 മണി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ ഫസ്റ്റത്തെ പോർച്ചുഗീസുകാരുടെ ആ ഒരു പോർഷൻസ് ഉണ്ടല്ലോ, അതാണ് ഇപ്പം ഞാൻ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ വീഡിയോ വേഗം വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും എങ്ങനെ പഠിത്തം തുടങ്ങിയോ, സ്റ്റാർട്ട് ചെയ്തോ, എന്തായാലും നിങ്ങൾ കമൻറ്റ് വഴി പറയൂ കേട്ടോ. അപ്പോൾ എനിക്കും അറിയാലോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ എവിടെ വരെ എത്തി പഠിത്തം എന്നൊക്കെ എനിക്കും അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.